മോർണിംഗ് ഗായ്സ്. നമ്മൾ രാവിലെ 5:30 എണീറ്റ് ഇവിടെ സൂമ നടക്കുകയാണ്. സൂമ അടിച്ച് ചിലപ്പോൾ അവരുടെ കൊല്ലം സൂമ. നമ്മൾ മീഡിയ ആയതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കിയിട്ട് കാണുക. വൃത്തിയിട്ട ദിവസമാണ് കിച്ചന്റെ. അന്യു ഇപ്പൊ മറിഞ്ഞടിച്ച് വീഴാൻ പോയി ഗൈസ്. പക്ഷെ വീണില്ല. അവിടെ സാധനം ഉണ്ടായിരുന്നു. ഇന്ന് ഇവരാണ് ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും ലൂസ് മോഷൻ. അല്ല, ഈ തേങ്ങ ശരിക്കും ഇടുന്നതാണ്. എനിക്ക് അറിഞ്ഞൂടാ. വീഡിയോ എടുത്താൽ മതി കേട്ടല്ലോ. വീഡിയോ എടുക്കാൻ വന്നതല്ല. അടുപ്പത്ത് വെച്ചു. ചായ അവിടെ പോ. നീ പോണാ. നിനക്ക് എന്നാടാ ഞാൻ രണ്ട് വീഡിയോ എടുക്കുന്നത്. പോയി എന്റെ ഫോൺ എടുത്തോണ്ട് വാ. അറിയില്ല. അനാവശ്യം ആരെയും കേറ്റാറില്ല. ഇതിനെ കൊണ്ട് കല്ലെടുപ്പിച്ചു. ഈ കമ്പെടുപ്പിക്ക. കമ്പെടുക്ക. കല്ലല്ലേ സാധനം. കമ്പും കൂടെ എടുക്കുക. കമ്പും കൂടെ ഡ്രസ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്ന് ഞാനുണ്ട്. എന്റെ കൈയൊക്കെ പിടിച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പൊ ഞാൻ ചത്തു. ഇന്നത്തെ സ്കാമിന്റെ ആദ്യത്തെ ദിവസത്തെയാണ് ഞങ്ങളിപ്പോ ഉച്ചയായപ്പോൾ ഞങ്ങൾ വന്നത്. ചോറ് കഴിക്കണം. ഇനി ഈ സ്കൂളൊക്കെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നു. സുരേക്ക് എന്താണ് പറയാനുള്ളത്? ഇത് നമ്മുടെ ഡേ 1 ആണ്. നമ്മൾ നേരെ തോട്ടിച്ചടം പോവാം. അപ്പൊ ജീവനോടുണ്ടെങ്കിൽ ബാക്കി ക്യാമ്പ് കാണാം. ഓക്കെ, we are going to jump into the river flowing to the east of the camp. Then at the back side of the school. Okay. If we are alive, we will come continue this vlog and later we can go to day 2. Okay. 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 ഇവിടെ വന്നിട്ട് ഇപ്പോഴാണ് മെനയുള്ളൊരു സ്ഥലം കണ്ടത്. ഞാൻ വീഡിയോ എടുക്കുക. മെനയ്ക്കൊക്കെ വർത്താനം പറയാവോ? അന്യന് എന്തോ പറ്റി? അന്യൻ ചെണി ചാടിയതാണോ? വീട് ഞാൻ ക്യാപ്ചർ ചെയ്യാം. ഇപ്പൊ വീഴണം. തെറ്റടിച്ച് വീഴണം. എന്നാണ് പൊകഞ്ഞിരിക്കുന്നത്. ഹായ് ഗൈസ്, നമ്മൾ ഫോൺ മാറി പിടിച്ചിരിക്കുകയാണ്. നമ്മളൊരു വലിയ സാധനം. ഇവരൊരുമിച്ച് പറന്ന കാണണായിരുന്നു. കിടിലായിരുന്നു. പക്ഷെ അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഞാൻ അന്നേരം എന്റെ മുഖത്തോട് ക്യാമറ പിടിച്ചേക്കായിരുന്നു. ചട പറ്റോ? വരുന്നുണ്ടോ? Come on. Let's go. ഓ, വീണ്ടും ഒരു പൂ. നിങ്ങളിത് കാണുക. ഞാനും കാണും. താഴെ കിടന്ന എടാ, താഴെ വിളിക്കൂ. എടാ, ഞാൻ പോയി നിന്റെ ഫോണാ. മുക്കം ഞാൻ ഒറ്റടിക്ക് മുക്കം ഞാൻ. സിമ്പിൾ. നമ്മളിത് എത്ര കണ്ടിരിക്കുന്നു. അതെ, വീണ്ടും എന്ത് മണല്ലേ. ആര് വേണേലും എപ്പ വേണേലും ഉരുണ്ട് താഴെ പോവാം. എടാ കിടിലൻ. എവിടം വരെ ഉണ്ട്? അയ്യോ, ആടുന്നുണ്ട്. അയ്യോ വീഡിയോ ഒന്ന് എടുത്തോട്ടെ.
എടുക്ക് ഇട്. അവളെ താഴത്തോട്ട് ഇടുന്നില്ലേ? ഇല്ല നമ്മൾ നിർത്തി. വേണ്ട, അതിനകത്ത് ഓൾറെഡി കൊറേ സാധനം ഫോൺ കൊടു. മുക്കും കേട്ടോ അവര്. എടാ അതില് സാധനമുണ്ട്. സൗണ്ടൊക്കെ പിയാനോ വായിക്കുന്നത് ചെയ്യുന്നു. താഴെ ഇട്. തള്ളിയുള്ള വിഷയമുണ്ടോ? നമ്മുടെ കളവിടുണ്ട്. ഇറങ്ങ്. അങ്ങോട്ട് തിരിയുന്നത് ആരും കാണത്തില്ല. നിന്റെ ഫോണും നിന്റെ ക്യാമറയും. അത്രേ ഉള്ളോ? എടാ ആളുണ്ടോ? നല്ല ആളുണ്ടോ? താറാവോ? ഇല്ലല്ലോ. എവിടെ? നീ മുങ്ങത്തില്ലല്ലോ. പുതിയ ഗൈസ് താറാവ് സ്പോട്ടഡ്. ചെരുപ്പ് കൊഴിപ്പോ എന്നാ ചെയ്യും? ഞാൻ കണ്ടായിരുന്നു. അവിടെ നിർത്താൻ ഇതുണ്ടോ? നിലം കാണാം. നീ ഇപ്പൊ പറഞ്ഞ ആളുണ്ടെന്ന് എന്നാ ഇറങ്ങാം. വലിയ ഒഴുക്കില്ലല്ലോ. മുള്ളാൻ പോവാ. അജയ് ഒളിച്ചോടുന്നു. നിങ്ങൾ വരുന്നില്ലേ അബു? താനിന്ത ഇവിടെ കാണാണോ സുഖമായിട്ട്? അതിമനോഹരമായ ഗ്രാമീണതയുടെ നടുവിലൂടെയാണ് നമ്മളിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ അതെ കരുതോ. അയ്യോ അതെന്റെ അതിന്റെ വിഷയം ഇങ്ങനെ ഇരിക്കാനായിരുന്നു. നമ്മള് കുളിക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ദേവപുത്രൻ. രണ്ടെണ്ണം ഫ്രണ്ടിൽ പോകണം. ഇനിയിപ്പോ എന്നെ എങ്ങനെ പിടിക്കും? കുളിച്ചതിന്റെ എക്സ്പീരിയൻസ് നന്നായിട്ട് കുളിച്ച് ഇനി രാത്രി റിസൾട്ട് ചൊറിയോ ഇല്ല. അതെ, ചൊറിയോ ഇല്ല എന്നുള്ളത് നമുക്ക് രാത്രി അറിയാം. ഇപ്പൊ എന്തായാലും നിങ്ങൾ തിമിർത്തിട്ടുണ്ട്. നമ്മൾ നാളെ രാവിലെ എണീക്കുമെങ്കിൽ നമുക്ക് അടുത്ത ലൈവായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇപ്പൊ നമ്മുടെ നിഹാൽ നമ്മുടെ കോർഡിനേറ്റർ വിളിക്കുന്നുണ്ട്. നമ്മൾ ഉടനെ ചെല്ലുന്നതാണ്. ഹലോ, ഇജാബി ഉണ്ട് കൂടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഒരു ഗ്ലും അടിക്കും. നമ്മളിപ്പോ വിളംബരത്തിനായിട്ട് പോയേക്കാണ്. അല്ല പോവാണ്. നമ്മൾ മീഡിയ, നമ്മൾ ഫ്രണ്ട് നടക്കും, ബാക്കി എല്ലാരും ബാക്കി നടക്കും. യോ ഗൈസ്, അതെ സ്റ്റോറേജ് ഫുള്ളായി. നിന്റെ ഫുള്ളായോ? എന്റെ സ്റ്റോറേജ് ഫുള്ളായി. അതുകൊണ്ട് ഇത് സുരന്റെ ഫോണാണ്. നമുക്ക് വ്ളോഗ് 10-200 പേര് കാണൂടാ, പേടിക്കണ്ട. അല്ല 400 പേര് എന്തായാലും കാണും. ഞാനിവിടുത്തെ എല്ലാ ഡേറ്റും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഒന്നെങ്കിൽ ആരെങ്കിലും അടിച്ചു കൊല്ലും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കും. എന്തേലും ഒരു കാര്യം ഉറപ്പാണ് ഗൈസ്. ഇനി അടുത്ത ഇനി നമുക്ക് ബ്ലിപ്പ്. ഇനി നമുക്ക് ഫോട്ടോസ് എടുക്കാം. മീനാക്ഷിക്ക് അതൊന്നും ഇഷ്ടമല്ല. മീനാക്ഷിക്ക് ഇഷ്ടമല്ലാത്ത ഒന്നും ഇനി ഞാൻ ചെയ്യില്ല. അത് കരയുന്നുണ്ട്. ഇപ്പോൾ ശ്രീജിത്തിനെ പെണ്ണാക്കിക്കൊണ്ടിരിക്കുക. അല്ല പെണ്ണല്ല, കൊച്ചാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുരുഷൻ കരയുന്ന കൊച്ച്. എന്നെ
ക്യാമ്പ് 4 ആണ് ഗൈസ്. ഇന്ന് നമുക്ക് ബെസ്റ്റ് ഡ്യൂട്ടി ആണ്. നമുക്ക് ഇന്ന് ഇവിടെ തിന്നാൻ ബെസ്സാണ് ഏറ്റവും അടിപൊളി. നമുക്കിന്ന് തിന്നാൻ കുറെ സാധനങ്ങളുണ്ട്. ഇവനിപ്പം കറുമുറ തിന്നോണ്ടിരിക്കുകയാണ്. ജിമ്മൻ കറുമുറ തിന്നുന്നു. ഇതൊന്നും വീഡിയോ എടുത്തില്ലടാ. എന്തുകൊണ്ട് നല്ലത് മെസ്സാണ്. താഴെപ്പോയി മുമ്പ് നമ്മൾ ശർക്കര വരട്ടി തിന്നു. ഞാൻ കാണിക്കാം. ശർക്കര വരട്ടി നമ്മൾ തിന്നു. ഇപ്പൊ നമ്മൾ മുറുക്ക് തിന്നുന്നു. ഹലോ ഹായ് ഗായ്സ്. ആദർശിന്റെ അടുത്തേക്ക് പോകാം സ്റ്റോറി കേൾക്കാൻ വേണ്ടി ഗായ്സ്. ഇന്ന് നമ്മൾ ഫുഡുണ്ടാക്കിയിരിക്കുകയാണ്. ഫുഡുണ്ടാക്കി ഗൈസ്. അന്നേതായത് ഒരു കഞ്ഞി കയറി വെച്ചത്. ബൈ. ഇതിന്റെ പ്രൊഫഷണൽസ് മുട്ട വീഡിയോ കഴിയുമ്പോഴത്തേക്ക് ഒന്നും ഇല്ലാണ്ടാവും. മൊത്തത്തിൽ പിന്നിത് ഇങ്ങനെ തട്ടും. ഓ കറക്റ്റായിരുന്നു. ഇനി ഒരെണ്ണം കൂടി ഇടുമ്പോൾ എന്റെ അമ്മേ ആണോ? ആ ഒറ്റയ്ക്ക് വന്നൊക്കെയാ കളിക്കണേ. എന്റെ അമ്മ എല്ലാവരും ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ വി സ്പോട്ടഡ് സം ഗൈസ് ചില്ലിങ് ടുഗദർ. ഹലോ എന്തോ 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 മറ്റേ ഇത് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നേ. ഫ്യൂച്ചർ പ്ലാൻസാ ഈ പറഞ്ഞു. എന്നിട്ട് ഫ്യൂച്ചറിൽ എന്താണ് ചെയ്യാൻ പോണേ? നമുക്കൊരു കൃഷി സ്ഥലം വേണം, ഒരു 10-50 ഏക്കർ. അതിൽ ഓരോ കൃഷിയൊക്കെ ചെയ്ത് ഞാൻ ജീവിച്ചു പോകാം. എന്റെ ധ്രുവനധ്രുവ അങ്ങനെയായിരുന്നടാ. ജന്മിയായിരുന്നു അവിടത്തെ ആ പുള്ളിന് ഇപ്പോഴും ഉണ്ടല്ലേ. ധ്രുവൻ ധ്രുവൻ അതെ. കൃഷിയൊക്കെ ജീവിക്കായിരുന്നല്ലോ. ക്ലൈമാക്സ് ഇല്ലായിരുന്നു. ആ സ്റ്റോറി ക്ലൈമാക്സ് ഇല്ലായിരുന്നു. കാളവണ്ടിയൊക്കെ കയറി പോയായിരുന്നു. സത്യമായ പ്രണയം, സത്യവും കളങ്കമില്ലാത്തതുമായ പ്രണയം. അപ്പൊ നമ്മൾ കൃഷിയുടെ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? കൃഷി തന്നെ കൃഷി. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? വയസ്സോ കൃഷി ഗൈസ്. ഒരു പറമ്പിൽ വന്ന് പണിയെടുത്തപ്പോഴത്തേക്കും കൃഷി ബിസിനസ് തുടങ്ങിയല്ലേ. ഉയ്യോ വെയിൽ 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 വെയിൽ. ഓക്കെ മതി മതി മതി. ഓക്കെ ബൈ ഗൈസ്. ഇനി അവര് തന്നെ കര പറഞ്ഞോണ്ടിരിക്കട്ടെ അവിടെ വെയില്. അടുത്ത ഷോട്ടിൽ വരാം. ബൈ.